സദാചാര പോലീസിംഗ് നടത്തിയെന്ന് പറഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി സുരേഷിനെ പിന്നെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ച് മരിച്ച സുരേഷിന്റെ മരണത്തിലെ ദുരൂഹത ചുരുളെഴുതാതെ അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 ആകുന്നു. കസ്റ്റഡി മരണമാണെന്ന് കുടുംബം തറപ്പിച്ച് പറയുമ്പോഴും ഹൃദയാഘാതമെന്ന മുടന്ത ന്യായമാണ് പോലീസ് പറയുന്നത്. പോലീസ് ഭാഷ്യം തള്ളിക്കൊണ്ട് 3 പോലീസുകാരെ പ്രതി ചേർത്തിരിക്കുകയാണ് CBI. കേസിന്റെ അകത്തളങ്ങളും ദുരൂഹതകളും സമഗ്രമായി പരിശോധിക്കുന്നു. റീഓപ്പൺ സെഗ്മെന്റിൽ ആൻമരിയ ചേരുന്നു. എവിടെ മാമിയുടെ വീട്ടിടെ ഇട്ടേ വലിച്ചടച്ച് ചവിട്ടിയാണ് വണ്ടി കയറ്റി രണ്ടുപേരും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചെല്ല മക്കളെ ഒറ്റയ്ക്ക് അടിച്ചു കൊന്നില്ല ദുഷ്ടന്മാര്. ഭഗവാന് എത്ര ലക്ഷം കിട്ടിയാലും ഞങ്ങളെ പിള്ളേ കിട്ടൂല, ഞങ്ങളെ ദുഃഖം മാറൂല. എത്ര പണം കിട്ടിയാലും മാറൂല. എന്റെ പൊന്നുമാനെ പോലെ ആരും വരുമില്ല. ഇത് സുരേഷ് കുമാർ, 40 വയസ്സ്, തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി. സുരേഷ് എന്ന് പറഞ്ഞത് ആ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ഒരാളായിരുന്നു. 2 സഹോദരിമാരാണുള്ളത്. 2 സഹോദരിമാരെ വിവാഹം ചെയ്തു കൊടുത്തു. ഒരു സഹോദരനുണ്ട്, അയാൾ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇയാൾ അച്ഛനും അമ്മയാണ് താമസിക്കുന്നത്. വളരെ പാവപ്പെട്ടവനും സാധാരണക്കാരനും കൂലിപ്പണിയെടുത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ കല്യാണം കഴിക്കാത്തതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ, പലവട്ടം നമ്മൾ ചോദിക്കുമ്പോൾ സഹോദരിമാരെ വിവാഹം ചെയ്ത് കൊടുത്തതിൽ അല്പം കടമുണ്ട്. അപ്പോൾ അത് തീർത്തതിന് ശേഷം ഒരു ലോണുണ്ട്, അതിൽ തീർത്തതിന് ശേഷം വിവാഹം കഴിക്കാം എന്നുള്ള നിലയിലായിരുന്നു അയാളുടെ പോക്ക്. നമുക്ക് എല്ലാവർക്കും, ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അയാളൊരു വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. സദാചാര പോലീസ് ചമഞ്ഞ ദമ്പതികളെ ആക്രമിച്ചു എന്ന കാരണത്താൽ 2022 ഫെബ്രുവരി 27 രാത്രി 8:30 തിരുവല്ലം പോലീസ് സുരേഷിനെയും 5 സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തു. ഞാനും ഈ സുരേഷിൻ്റെ അനുജനും അടക്കം ഞാൻ സ്റ്റേഷനിൽ ചെന്നു, രാവിലെ ചെന്നു. അപ്പോൾ CA കയറി കണ്ടു. CA കയറി കണ്ടപ്പം പറഞ്ഞു അത് കേസെടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ഇവിടെ വിടാനൊന്നും പറ്റില്ല, അവരെ കോടതി കൊടുക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സുഭാഷ് ഏർപ്പാട് ചെയ്ത്, സുരേഷിന് സഹോദരൻ ഏർപ്പാട് ചെയ്ത ഒരു അഡ്വക്കേറ്റ് അടക്കം അവിടെ ഉണ്ട്. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വിവരങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഇയാളെ ജാമ്യത്തിന് വേണ്ടി നമുക്ക് ബാക്കി നടപടികളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ സുഭാഷിനെ പറഞ്ഞു. സുരേഷിൻ്റെ സഹോദരനാണ്, അയാൾ ഭക്ഷണം വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും കോർപ്പറേഷൻ ഓഫീസിൽ പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ 9 മണിയോടെ സുരേഷിന് ദേഹാസ്വസ്ഥവും തളർച്ചയുമുണ്ടായി. തുടർന്ന് ആദ്യം പൂന്തുറ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് കൊണ്ടുപോകും വഴി ആരോഗ്യനില വഷളായതിനാൽ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തിച്ചു. 10:30 മരണം സ്ഥിരീകരിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സുരേഷിന് ഒരു ഇതുണ്ടായി, അനന്തപുരി ഹോസ്പിറ്റലിലാണ് എന്ന്. അപ്പോൾ ഞാൻ ഇത് കേട്ട ഉടനെ തന്നെ, അപ്പോൾ മരിച്ചതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോഴൊന്നും. ഞാൻ നേരെ സ്റ്റേഷനിൽ വന്നപ്പോഴാണ്, സ്റ്റേഷനിൽ വരുമ്പോഴാണ് അറിയുന്നത് ഇയാൾ ഈ മരണപ്പെട്ടുവെന്നും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞാണ് കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത സമയം സുരേഷിനെയും 5 സുഹൃത്തുക്കളെയും തറയിലിട്ട് വലിച്ചിഴച്ചാണ് ജീപ്പിൽ കയറ്റിയതെന്നും അന്ന് രാത്രി മുഴുവൻ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. എവിടെ മാമിയുടെ വീട്ടിടെ ഇട്ടേ വലിച്ചടച്ച് ചവിട്ടിയാണ് വണ്ടി കയറ്റി രണ്ടുപേരും. കൊണ്ടുപോയിട്ട് ഇവർ ഒന്നും പറഞ്ഞുമില്ല, മിണ്ടിയില്ല. ഞാൻ എന്നെ സെല്ലി കയറ്റി. പിന്നീടാണ് സുരേഷ് കയറിയപ്പം പറഞ്ഞ് ഞാൻ ചോദിച്ചു നിങ്ങൾ ചേട്ടാ തല്ലിയെന്ന് ചോദിച്ചു. അവിടെ എന്നെ ഒരുപാട് തല്ലി, എന്നെ അവിടെ ഇവിടെയൊക്കെ തല്ലി തുടയൊക്കെ. അതിന് അടിയിൽ പാടുണ്ടായിരുന്നു, അടിയുടെ പാടാണ്. അന്ന് കുറച്ച് നേരം കിടന്നിട്ട് പുള്ളിക്കാരൻ എഴിച്ചിട്ട് ബാത്റൂമിൽ പോയി ഛർദ്ദിച്ച് വീണ്ടും വന്ന് കിടന്നിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കിടന്നു. എൻ്റെ ചേട്ടൻ താഴെ ഇരുന്നത് വന്ന അവരെ നിലവിളി കേട്ടാണ് ഈ രാജേഷ്, ശിവു, എൻ്റെ ചേട്ടനും കൂടെ കയറിപ്പോയത്. അവിടെ ചെന്നപ്പോൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. എൻ്റെ അടുത്തൊരു പയ്യൻ നേരിട്ട് പറഞ്ഞാണ് ചേട്ടാ ഞാൻ ഈ സംഭവത്തിന് മാറി നിന്ന് കണ്ടു, എൻ്റെ
പേര് ഇതിൽ വരല് എന്ന് പറഞ്ഞിട്ട് അവൻ മൊത്തം ഡീറ്റെയിലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവർ തെറ്റ് ചെയ്യാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഇറങ്ങി വന്ന വരക്കിലാണ് പോലീസ് വന്നതും ഇവരെ പിടിച്ചതും. ചോദ്യമൊന്നുമില്ലായിരുന്നു, ഇടിയായിരുന്നു അവർ ചെയ്തത്. അവിടെ വെച്ചാണ് ഇടിച്ച് മർദ്ദിച്ച് വലിച്ച് നിറക്കിയാണ് ജീപ്പിൽ കൊണ്ടുപോയത്. എൻ്റെ ബന്ധുക്കളും കണ്ടു, അല്ലാതെ നാട്ടുകാരും കണ്ടു. അടുത്ത ദിവസം രാവിലെ അവശനായ സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ച മണിക്കൂറുകൾക്കുള്ളിൽ സുരേഷിന്റെ മരണവാർത്തയെത്തി. ഇതൊരു കസ്റ്റഡി മരണമാണെന്നും ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമാണ് മരണകാരണമെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സെല്ലിക്കാരൻ പറഞ്ഞു. സെല്ലിക്കാരൻ 5 മിനിറ്റ് കഴിയുമ്പം പുള്ളിക്കാരൻ വീണ്ടും ഛർദ്ദിച്ച് നേരെ ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ ഛർദ്ദിച്ച് വീണ്ടും കിടന്നിട്ട് വീണ്ടും 5 മിനിറ്റ് വീണ്ടും ചാടി കഴിച്ച് ബാത്റൂമിൽ പോയി വീണ്ടും ഛർദ്ദിച്ച്. നമ്മളൊക്കെ ചോദിച്ചു എന്തിനാണ് വല്ല അസുഖം ഉണ്ടെന്ന് പറയും. ഇല്ല, എനിക്ക് ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. ആശുപത്രി വരെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷ് അവിടെയുള്ള സാറിനെ വിളിച്ച് ഇത് പറഞ്ഞു, സുരേഷ് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ സുരേഷിനെ ആ റൂമിൽ കൊണ്ട് പോയി. പിന്നെ കണ്ടില്ല. അത് സുരേഷിന്റേത് ലോക്കപ്പ് മർദ്ദനമാണ് എന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന സൂചനകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോടെ ലഭിച്ചു. എന്നാൽ രാവിലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. ഇനി സുരേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളിലേക്ക്. ഇത് ജഡ്ജിക്കുന്ന്. ഇവിടെ വെച്ചാണ് സുരേഷ് മരിക്കാനിടയായ സംഭവങ്ങളുടെ അരങ്ങേറ്റം. തലസ്ഥാന നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ തെക്കുമാറി തിരുവല്ലത്തിനടുത്തായാണ് ഈ കുന്ന്. ഈ കുന്നുംപുറത്തു നിന്ന് നോക്കിയാൽ വടക്കുകിഴക്കായി തിരുവനന്തപുരം നഗരത്തിലെ പച്ചപ്പും കെട്ടിട സമുച്ചയങ്ങളും പടിഞ്ഞാറ് നീലിച്ച കടൽച്ചന്തവും അടങ്ങിയ വിശാല കാഴ്ചയെ ആസ്വദിക്കാം. എന്നാൽ ഈ സൗന്ദര്യത്തിനിടയിലും ഈ കുന്നിന് മറ്റൊരു വികൃത രൂപം കൂടിയുണ്ട്. ഈ സ്വർണ്ണ നിറമുള്ള പുൽക്കൂട്ടങ്ങളും ഈ തകർന്ന കെട്ടിടങ്ങളും കാലങ്ങളായി സാമൂഹ്യ വിരുദ്ധരുടെയും കഞ്ചാവ് മാഫിയാക്കാരുടെയും സങ്കേതമാണ്. നഗരത്തിൽ കൊലപാതകങ്ങളും മോഷണവുമൊക്കെ നടത്തിയതിനു ശേഷം പല ക്രിമിനലുകളും ഒളിവിൽ താമസിക്കുന്നത് ഈ തകർന്ന കെട്ടിടങ്ങളുടെ മറവിലാണ്. വളരെ ദുരൂഹത നിറഞ്ഞ സ്ഥലമാണെങ്കിലും കുന്നുംപുറത്തെ ഈ വിശാലമായ ഗ്രൗണ്ടിൽ സമീപവാസികളായ പല ചെറുപ്പക്കാരും ക്രിക്കറ്റ് കളിക്കാൻ എത്താറുണ്ട്. രാത്രിയായാൽ കൂരിരുട്ട് നിറഞ്ഞ ഈ സ്ഥലത്ത് ആരും എത്താറുമില്ല. ഈ ജഡ്ജിക്കുന്നിനെ സംബന്ധിച്ച് നിരവധി തവണ പോലീസിൻ്റെ അടുത്ത് ഞാൻ ജനപ്രതിനിധി ആയതിനു ശേഷവും അല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ ഈ പോലീസിന് ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അവിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്ന ഒരു സ്ഥലമാണ്. ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിൽ ഗുണ്ടാപ്രവർത്തനം നടത്തിയിട്ട് വന്ന് ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പല തവണകളിലായി ഈ പോലീസിന് ശ്രദ്ധ നമ്മൾ പെടുത്തിയിട്ടുള്ളതാണ്. സ്കൂൾ കുട്ടികളടക്കം ആ പ്രദേശത്ത് വന്നു പോകുന്നതായിട്ടും നമ്മൾ പോലീസിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല. ഒരു ഗൗരവമേറിയ ഒരു നടപടി അതിനെ സംബന്ധിച്ച് എടുത്തിരുന്നുവെങ്കിൽ സുരേഷ് ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരുന്നേനെ. ജഡ്ജിക്കുന്നിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന സുരേഷും സുഹൃത്തുക്കളും ചില ഞായറാഴ്ചകളിൽ കളിക്കാനെത്തുന്നതും ഈ ഗ്രൗണ്ടിലാണ്. 2022 ഫെബ്രുവരി 27 കളി കഴിഞ്ഞ് സുരേഷും 5 സുഹൃത്തുക്കളും വിശ്രമിക്കവേ രാത്രി 9:30 ഈ ഇരുട്ട് നിറഞ്ഞ കുന്നിൻ മുകളിൽ അപരിചിതരായ ഏകദേശം 23-24 വയസ്സ് പ്രായം തോന്നിക്കുന്ന 2 സ്ത്രീകളും 28 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷനും എത്തുന്നത്. 8 മണിക്കാണ് അവിടെ വന്നത്. ലൈറ്റ് ഇല്ലാത്ത സ്ഥലമാണ്. 3-4 ഏക്കർ സ്ഥലങ്ങളിലുണ്ട്. ആ സ്ഥലത്തിനകത്ത് റോട്ടിൽ നിന്ന് പോയിട്ട് അങ്ങോട്ട് ലൈറ്റ് വെട്ടമില്ല. ഒരു 1.5-2 കിലോമീറ്റർ വരെ ലൈറ്റ് വെട്ടമില്ലാത്ത പ്രദേശമാണ്. സ്വാഭാവികമായും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കണ്ടപ്പോൾ ഈ കുന്നിൻ മുകളിൽ രാത്രി എന്താണ് കാര്യമെന്ന സുരേഷിന്റെ സുഹൃത്തിന്റെ ചോദ്യമാണ് പിന്നീട് വാക്കുതർക്കത്തിലേക്കും സുരേഷിന്റെ മരണത്തിനും ഇടയാക്കിയത്. അവൻ്റെ കൂടെയുള്ള പയ്യന്മാർ പോയി എന്തിനാണ് ഈ രാത്രി വരണതെന്ന് ചോദിച്ചതിന് പ്രശ്നങ്ങളായി. അവ ആദ്യം മർദ്ദിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. വന്ന ആൾ ഇവിടെയുള്ള ഒരു പയ്യനെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് അവൻ 2-3 പയ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരങ്ങളായി. വിളി കേട്ടാണ് 3 പയ്യന്മാർ കയറി അവിടെ ചെന്നത്. അവിടെ ചെന്നു എന്താണെന്ന് ചോദിച്ചപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഇവർ തിരിച്ചിറങ്ങി വന്നു. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അവർ നേർവഴി തന്നെ വന്നാൽ ഈ തെറ്റ് ചെയ്തവരെല്ലാം 4 വഴിക്കും പോയി. കളിച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പിള്ളേർ ഒരു പയ്യനായിട്ടും അവിടെ വന്നത്. 2 ദിവസം കഴിഞ്ഞ് 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 2 ദിവസം കഴിഞ്ഞ്
നമ്മളെ കൂടെയുള്ള 2 പയ്യന്മാർ ചോദിച്ചു രാത്രി എന്തിനാണ് ഇവരെ വന്നതെന്ന് ചോദിച്ചു. ഈ രാത്രി 9:30 മണിക്ക് ഇവരെന്തിനു വന്നു ഇവിടെ? അതാണ് എൻ്റെ ചോദ്യം. വാക്കുതർക്കത്തിനൊടുവിൽ യുവതികളും യുവാവും കുന്നിറങ്ങി. പിന്നീട് പുറകെ കുന്നിറങ്ങുകയായിരുന്ന സുരേഷിനെയും സുഹൃത്തുക്കളെയും പോലീസ് എത്തി ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കുന്നിൻ മുകളിലെത്തിയവരെ സദാചാര പോലീസ് ചമഞ്ഞ് മർദ്ദിച്ചു എന്ന കാരണത്താലാണ് സുരേഷിനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അന്ന് രാത്രി മുഴുവൻ സിഐയും പോലീസുകാരും ഹോം ഗാർഡുകളും ചേർന്ന് സുരേഷിനെയും സുഹൃത്തുക്കളെയും ക്രൂരമായി മർദ്ദിച്ചു. അവശനായ സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. അനന്തപുരിയിലോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാരണം ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പ്രാഥമികാരോഗ്യ കേന്ദ്രം തിരുവല്ലത്ത് ഹോസ്പിറ്റലുണ്ടായിരുന്നു, തിരുവല്ലത്ത് BNB ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊന്നും കയറ്റാതെ ഇയാൾ നേരെ അനന്തപുരി കൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് സംബന്ധിച്ചൊന്നും അറിയില്ല. ഞാനത് ഹോസ്പിറ്റലിൽ തിരക്കാൻ പറഞ്ഞു, കൊണ്ടുവന്നപ്പോഴേ ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. പൂന്തറ ആശുപത്രിയുണ്ട്, സർക്കാർ ആശുപത്രി. ആ പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവരണം. അവിടെ കൊണ്ടുവന്നാൽ അവർ പറഞ്ഞു ഇവിടെ വെക്കൂല, നേരെ മെഡിക്കലിൽ പോട്ടെന്ന്. ഇവർ അത് കേൾക്കാതെ കൊണ്ടുവന്ന് അനന്തപുരിയിൽ വെളിയിലിട്ടിട്ട് തുണി മൂടി കിടത്തിയിട്ട് ഇവരിഞ്ഞ് വന്നു. വന്നിട്ടാണ് ഇവിടെ വിളിച്ച് പറയണത് നിൻ്റെ ചേട്ടന് കൂടുതലായിട്ട് അനന്തപുരി കൊണ്ട് കിടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് സുരേഷിന്റെ മരണവും പിന്നീട് നടന്ന സംഭവങ്ങളും സുരേഷിന്റേത് ലോക്കപ്പ് മരണമാണ് എന്ന ആരോപണത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഈ ആരോപണത്തിൽ ഉറച്ചുനിന്നു. നടത്തണം ഇട്ട് ഇടി കൊടുത്തിട്ട് ആദ്യത്തെ ചവിട്ട് ഇവിടെയാണ് പിള്ളേക്ക് കിട്ടിയത്. അതുകൂടെ അഭിമാനി കവന്നതിന് ശേഷം വ്യാജാമെടുപ്പിക്കുന്നത്. അത് ക്യാമറ എല്ലാം ഹാഫ് ചെയ്തിട്ടാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ രാവിലെ ഇവൻ തിരിച്ച് ഇവിടെ ഒന്ന് റെസ്റ്റ് കൊടുത്തേണ്ട എന്ന സമയത്ത് പിള്ള വീഴുന്ന സമയത്ത് ഞാൻ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ കേൾക്കാതെ പൂന്തറ കൊണ്ട് ചെല്ലുമ്പോൾ ആൾ മരണപ്പെട്ടു. അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായത്. എൻ്റെ കൂടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് അനന്തപുരി ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പോൾ ശരീരത്തിൽ ഈ വലിയ തടി പോലുള്ള നല്ല വെയിറ്റുള്ള ഇത് വെച്ച് മർദ്ദിച്ചതിൻ്റെ രക്തം കട്ട പിടിച്ച പാടുകൾ കാലിൻ്റെ തുടയ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അകാരണമായി സുരേഷിനെ മർദ്ദിച്ചു കൊന്നു എന്നതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. പിന്നാലെ മറ്റു പ്രതികളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉപരോധവും സംഘടിപ്പിച്ചു. ഇതിനിടയിൽ കേസന്വേഷണം DGP ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണാനന്തര വിശദീകരണം ഇതൊക്കെയായിരുന്നു. സദാചാര പോലീസ് ചമഞ്ഞ സുരേഷും സുഹൃത്തുക്കളും ദമ്പതിമാരെ ആക്രമിച്ചു. സുരേഷിന്റെ മരണം ഹൃദയാഘാതം കാരണം. മരിച്ച സുരേഷിന്റെ ശരീരത്തിൽ പരിക്കുകളോ മർദ്ദനമേറ്റ അടയാളങ്ങളോ ഇല്ല. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചേർക്കേണ്ടതില്ല. സുരേഷിന് ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരീരത്തിൽ ചില പാടുകളുണ്ട്, എന്നാൽ അവ മരണകാരണമല്ല. ഉന്നതരായ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കാരണം ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഒപ്പം സുരേഷ് മരിച്ചത് ലോകമർദ്ദനമാണ് എന്ന് ആരോപിക്കാനുള്ള ചില കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ റിട്ടയർഡ് SP-യുടെ മോളും മരുമോനെന്നാണ് പറഞ്ഞത്. അവർ വിളിച്ച് കമ്മീഷൻ ഓഫീസിലാണ് പറഞ്ഞത്. അവിടെ നിന്ന് നേരിട്ടാണ് വിളി തിരുവനന്തപുരത്ത് വന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. പോലീസ് സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തത് തന്നെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം ഇയാൾക്ക് ശാരീരികമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനേറ്റിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇയാൾക്ക് അതോടനുബന്ധിച്ചായിരിക്കണം ഇയാൾക്ക് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. തുടയിലും വയറിലും നെഞ്ചിലും മർദ്ദനമേറ്റ പാടുകൾ. കസ്റ്റഡിയിൽ വെച്ച് അവശനായ സുരേഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചില്ല. ആ ജീപ്പ് അവിടെ കടന്നിട്ട് പോലും ഇവന് നെഞ്ചുവേദന വന്നിട്ട് പോലും ആ ജീപ്പ് എടുത്തുകൊണ്ടൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ താമസിച്ചില്ല. അവിടെ ആയിട്ട് നടത്തിച്ച് CI ഉണ്ടായിരുന്നിട്ട് പോലും. കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് വരെ സുരേഷിന് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ ഒരു നെഞ്ചുവേദന വരെ ഒരു പനി വരെ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ചേട്ടന് ഒരു അസുഖമില്ല. കാരണം അത് നമ്മൾ അനന്തപുരിയിൽ ഇതിന് പോയപ്പോൾ മർദ്ദനം ഇവിടെയൊക്കെ ഇടിച്ച് മുഴപ്പിച്ചിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ അടിച്ച് ബ്ലഡ് കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുറുക്കിലൊക്കെ അവിടെ മുഴ ഇവിടെയൊക്കെ അടിച്ച് ഒരുമാതിരി ആക്കി വന്നു. കാരണം എൻ്റെ ചേട്ടൻ ഈ നിൽക്കുന്ന തെങ്ങിൽ ഓരോ കയറിയിട്ട് പോണ വ്യക്തിയാണ്. ഞാൻ വരെ കയറാൻ പാടുപെടും. പക്ഷേ അവ എല്ലാ തെങ്ങുകളിലും കയറുന്ന വ്യക്തിയാണ്. ഒരു അസുഖത്തിനും മരുന്ന് കഴിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകേണ്ട നിയമപാലകർക്കിടയിലെ ചില പുഴുക്കുത്തുകളാണ് സുരേഷിനെ പോലെയുള്ള പലരുടെയും കസ്റ്റഡി മരണങ്ങൾക്ക് പിന്നിലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്.
ജഡ്ജിക്കുന്ന് പോലുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് കൂരിരുട്ടിൽ 2 സ്ത്രീകളും 1 പുരുഷനും വന്നതെന്തിന് എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും മറ്റൊന്നുകൂടി നമ്മൾ ചിന്തിക്കണ്ടേ? പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ എവിടെ പോയാലും സമൂഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. കൂടുതലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-17 വയസ്സായ പെമ്പിള്ളേരും പയ്യന്മാരാണ് കൂടുതലോട് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ചിലവർ ഓടാക്കും തിരിച്ച്. അപ്പോൾ അവരെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കും. പക്ഷെ വരില്ല, സമയത്തിന് വരില്ല. പക്ഷേ കൊലപാതകികളും സാമൂഹ്യവിരുദ്ധരും തമ്പടിക്കാറുള്ള ഇതുപോലുള്ള ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ രാത്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിക്കാം. അത് ഒഴിവാക്കാൻ കൂടിയായിരിക്കില്ലേ സുരേഷിന്റെ സുഹൃത്തുക്കൾ അവരെ ചോദ്യം ചെയ്തത്? അതെങ്ങനെ തെറ്റാകും? പോലീസിനെ വിളിച്ച് കഴിഞ്ഞാൽ അവർ പറയും പ്രായപൂർത്തിയായ പെണ്ണാണോ അല്ല പ്രായപൂർത്തിയല്ലാത്തതാണോ, അതൊക്കെ തിരഞ്ഞു നോക്കി നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവരവിടെ വരുള്ളൂ. ഇല്ലെങ്കിൽ 2 കൊടുത്തുവിടാനും പറയും ചില സമയങ്ങളിൽ. അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ശ്രദ്ധയുണ്ടാകണമായിരുന്നു. രാത്രിയിൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാതിരിക്കാനുള്ള കർശന നടപടികൾ നേരത്തെ എടുക്കണമായിരുന്നു. പോലീസിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം ഒരു സംഭവം ഉണ്ടാകുന്നു. പരിസരവാസികളെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് പ്രതിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. പോലീസിന് എങ്ങനെ പൂർണ്ണമായും ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും? ഇതിന് ഉത്തരം നൽകേണ്ടത് ലോക്കൽ പോലീസ് അല്ലേ? നമ്മൾ ജനമൈത്രി പോലീസൊക്കെ ആക്കിയെങ്കിലും ചില പോലീസുകാരുടെ ഇടയിൽ പഴയ പോലീസിൻ്റെ ഉള്ള ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരിലും അല്ല. അമ്മ ആരും പ്രസവിച്ച് വളർത്തി, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി, ഒരു ജോലി വാങ്ങിച്ച് കൊടുത്ത അവൻ അതിൻ്റെ ഇതിലായിട്ട് പോകണം. തെറ്റില്ലാതെ എന്തിനടിച്ചത് അവന്? അവൻ എന്ത് തെറ്റ് ചെയ്ത്? ആ തെറ്റ് കാണിച്ചു തരാൻ പറ. എന്ത് തെറ്റ് അവൻ ചെയ്ത്? ആ തെറ്റ് കാണിച്ചു തരണം. ഒരു കുടുംബത്തിന്റെ ആശ്രയമായ ഒരു യുവാവാണ് മരണപ്പെട്ടത്. ജീവിതം വഴിമുട്ടിയ ഈ കുടുംബത്തിന് ഇനി ആര് തണലാകും? അവനാണ് ഇവിടുത്തെ ലോണും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ടിരുന്നതും ഇല്ല. അനിയത്തി അയച്ചിപ്പം വീണ്ടും ലോൺ അടയ്ക്കാൻ പറ്റാതെ ഇപ്പം ജപ്തി നോട്ടീസിൽ വക്കീൽ കിടന്നു. മരണപ്പെട്ട മകന് പോലീസ് സദാചാര ഗുണ്ടയുടെ കിരീടം ചാർത്തുമ്പോൾ പോലീസിന്റെ ഇത്തരം ഗുണ്ടായിസത്തെ ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? ഇതിൽ നല്ല പോലീസുകാരും കുറേ കാണും, ഗുണ്ടായിസം കാണിക്കുന്ന ഒരുപാടുണ്ട്. ഗുണ്ടായിസമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ. കാരണം ഈ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മളെ ഇതിൽ ഒരു നീതി കിട്ടാറില്ല. നീതി കിട്ടാറില്ലെന്ന് വെച്ചാൽ നല്ല പോലീസുകാർ മാന്യമായിട്ട് സംസാരിക്കുന്നവരുണ്ട്, അല്ലാത്തവർ ഗുണ്ടായിസം പോലെ ചീത്ത വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്. അത് ഇഷ്ടം പോലെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതറിയാം. അങ്ങാരിക്ക് അടിച്ചു കൊല്ലാൻ ഞാൻ എൻ്റെ പാവപ്പെട്ട പിള്ളേ അടിച്ചു കൊല്ലാൻ ഒരു അധികാരവും ഇല്ല. എൻ്റെ പൊന്നു മോന് എന്നൊക്കെ അടിച്ചു കൊന്ന് എത്ര ലക്ഷം കിട്ടിയാലും ഞങ്ങളെ പിള്ളേ കിട്ടൂല, ഞങ്ങളെ ദുഃഖം മാറൂല. എത്ര പണം കിട്ടിയാലും മാറൂല. എൻ്റെ പൊന്നുമോനെ പോലെ ആരും വരില്ല. ഓർക്കാപ്പുറത്ത് മകനെ നഷ്ടപ്പെട്ട ഈ അമ്മ കാത്തിരിക്കുകയാണ് അർഹതപ്പെട്ട നീതിക്കായി. ചേട്ടനെ മർദ്ദിച്ചു വന്ന പോലീസുകാരെ എല്ലാവരെയും ശിക്ഷിക്കണം. അതാണ് നമ്മളെ നീതി. നമുക്ക് കിട്ടുന്ന നീതിയോ അതാണ്. പ്രതീക്ഷയോടെ റീഓപ്പൺ.